നമസ്കാരം, സ്റ്റോയിക് മലയാളത്തിലേക്ക് സ്വാഗതം. നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, നിനക്ക് ഇഷ്ടമുള്ള ഒരു സ്ത്രീ നിന്നെ പൂർണ്ണമായും അവഗണിക്കുന്നു? നീ ടെക്സ്റ്റ് അയച്ചു, മറുപടി കാത്തിരുന്നു, പക്ഷേ നിനക്ക് മൗനം മാത്രമാണ് കിട്ടിയത്. അവൾ ഓൺലൈനിലാണ്, പോസ്റ്റ് ചെയ്യുന്നു, പക്ഷേ നിന്റെ സന്ദേശത്തിന് മറുപടിയില്ല. അത് വേദനാജനകമല്ലേ? നിനക്ക് തോന്നാം, നിന്റെ പിഴവ് എന്താണ്? അധികം ആഗ്രഹിച്ചോ? പക്ഷേ ഞാൻ പറയുന്നു, അവൾ നിന്നെ അവഗണിക്കുന്നത് നിന്റെ പിഴവല്ല, അവളുടെ കാര്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോയിസം ഉപയോഗിച്ച് നിന്റെ ശക്തി തിരിച്ചുപിടിക്കാനുള്ള വഴികൾ പഠിക്കാം. അവൾ നിന്നെ അവഗണിക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് നോക്കാം. സ്ത്രീകൾ നിന്നെ പരീക്ഷിക്കുന്നു, നിന്റെ പ്രതികരണം കാണാൻ. നീ വികാരപ്രകടനം കാണിച്ചാൽ അവർ വിജയിക്കും, പക്ഷേ നീ ശാന്തനും ആത്മവിശ്വാസവുമായി നിൽക്കുന്നുവെങ്കിൽ നിന്റെ വിജയമാണ്. തയ്യാറാണോ? വരൂ, നിന്റെ ശക്തി തിരിച്ചെടുക്കാം. 1. നിങ്ങൾക്ക് കഴിയുന്നത് നിയന്ത്രിക്കുക. ശക്തമായി നിൽക്കുക. നിന്നെ അവഗണിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? സ്റ്റോയിസം ഒരു വ്യക്തമായ പാഠം പഠിപ്പിക്കുന്നു. നിന്റെ നിയന്ത്രണത്തിൽ ഇല്ലാത്തത് വിടുക, നിന്റെ പ്രതികരണം നിയന്ത്രിക്കുക. അവൾ മറുപടി നൽകുന്നില്ല, നിനക്ക് അത് മാറ്റാൻ കഴിയില്ല, പക്ഷേ നിന്റെ വികാരങ്ങൾ, നിന്റെ പ്രവൃത്തികൾ, നിന്റെ ദിനം, ഇതെല്ലാം നിന്റെ കയ്യിലാണ്. അവിടെ നിന്റെ ശക്തി ആരംഭിക്കുന്നു, നിന്റെ ജീവിതത്തിന്റെ അടിത്തറയാണത്. നിന്റെ ആദ്യ മൂവ് ചെയ്യാതിരിക്കുക. അവളെ പിന്തുടരരുത്, ദേഷ്യത്തോടെ സന്ദേശം അയക്കരുത്. ഒരു ഉദാഹരണം: നീ ടെക്സ്റ്റ് അയച്ചു, അവൾ മറുപടി നൽകുന്നില്ല, നിനക്ക് വീണ്ടും അയക്കാൻ തോന്നാം, പക്ഷേ അതിൽ നിന്ന് മാറി ജിം പോവുക, സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുക, നിന്റെ ലക്ഷ്യങ്ങൾ പരിശോധിക്കുക. നിന്റെ ശാന്തത അവൾക്ക് കാണാം, നിന്റെ ആത്മവിശ്വാസം വർദ്ധിക്കും. അവളുടെ മൗനത്തിനു നിന്റെ ശക്തിയെ തകർക്കാൻ കഴിയില്ല. നിന്റെ നിയന്ത്രണം തിരിച്ചെടുക്കൂ, നിന്റെ ജീവിതം ആസ്വദിക്കൂ. 2. ശ്രദ്ധ നിങ്ങളിലേക്ക് തിരിച്ചുവിടുക. കൂടുതൽ ശക്തരാകുക. നിന്റെ ശ്രദ്ധ അവളുടെ മൗനത്തിൽ നിന്ന് നിന്റെ ജീവിതത്തിലേക്ക് തിരിക്കൂ, ഇത് നിന്റെ ശക്തിയുടെ തുടക്കമാണ്. അവൾ നിന്നെ അവഗണിക്കുന്നത് ഒരു അവസരമാണ്, നിന്റെ മനസ്സിനെ, ശരീരത്തെ, ലക്ഷ്യങ്ങളെ ശക്തമാക്കാൻ. ജിം പോവുക, പഠിക്കാൻ ശ്രമിക്കുക, നിന്റെ ആഗ്രഹങ്ങളെ പിന്തുടരുക, നിന്റെ വളർച്ച ആരംഭിക്കട്ടെ, നിന്റെ ജീവിതം സമൃദ്ധമാകട്ടെ. ഒരു ഉദാഹരണം: നീ ടെക്സ്റ്റ് അയച്ചു, അവൾ മറുപടി നൽകുന്നില്ല, നിന്റെ മനസ്സ് അവളിൽ ശ്രദ്ധിക്കുന്നതിന് പകരം ഒരു പുതിയ പാഠം പഠിക്കൂ, സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കൂ, ഒരു പുതിയ പദ്ധതി ആരംഭിക്കൂ. സ്ത്രീകൾ പിന്തുടരുന്ന പുരുഷനെ ആഗ്രഹിക്കുന്നില്ല, തന്റെ ലക്ഷ്യത്തിൽ ശക്തനായ, സ്വയം പര്യാപ്തനായ പുരുഷനെയാണ് അവർക്ക് ആവശ്യം. സ്റ്റോയിസം പറയുന്നു, നിന്റെ ജീവിതം നിന്റെ കയ്യിലാണ്. നിന്റെ വളർച്ചയിൽ ശ്രദ്ധിക്കൂ, നിന്റെ ആകർഷണം വർദ്ധിക്കും, അവൾ തന്നെ തിരഞ്ഞെത്തും, നിന്റെ ശക്തി കാണും. 3. റിവേഴ്സ് സൈക്കോളജി ഉപയോഗിക്കുക. അവൾ നിന്നെ അവഗണിക്കുമ്പോൾ അവളെ തിരിച്ച് അവഗണിക്കുക, പക്ഷേ ദേഷ്യമല്ല, ശക്തിയും ആത്മവിശ്വാസവുമാണ്. നിന്റെ ശ്രദ്ധ അവളിൽ നിന്ന് നിന്റെ ജീവിതത്തിലേക്ക് മാറ്റുക, ഇത് ഒരു കളിയല്ല, നിന്റെ മനസ്സിന്റെ വിജയമാണ്. നിന്റെ സന്ദേശത്തിന് മറുപടി ഇല്ലെങ്കിൽ നിന്റെ ദിനം ആസ്വദിക്കൂ, സുഹൃത്തുക്കളോടൊപ്പം സമയം പങ്കുവെക്കൂ, നിന്റെ ലക്ഷ്യങ്ങൾ പിന്തുടരൂ. ഒരു ഉദാഹരണം: നീ ടെക്സ്റ്റ് അയച്ചു, അവൾ മറുപടി നൽകുന്നില്ല, നിനക്ക് വീണ്ടും അയക്കാൻ തോന്നാം, പക്ഷേ ജിം പോയി, സംഗീതം കേൾക്കൂ, നിന്റെ പുതിയ പദ്ധതികൾ ആരംഭിക്കൂ, ശാന്തനായി നിൽക്കൂ. അവൾ ആശ്ചര്യപ്പെടും, അവൻ എന്താണ് ചെയ്യുന്നത്? എനിക്ക് വേണ്ടി പിന്തുടരുന്നില്ല. നിന്റെ ശക്തി അവൾ കാണും. സ്റ്റോയിസം പറയുന്നു, നിന്റെ സമയം നിന്റേത്, നിന്റെ മനസ്സ് നിന്റെ ശക്തി. നിന്റെ ശാന്തത അവളുടെ മനസ്സിൽ ഒരു അടയാളമാകും, നിന്റെ നിയന്ത്രണം തിരിച്ചെടുക്കൂ, നിന്റെ ജീവിതം മുന്നോട്ട്. 4. അവൾ നിങ്ങളെ അവഗണിക്കുന്നതിന്റെ കാരണം. നിങ്ങളുടെ പ്രതികരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിന്നെ ഒരു സ്ത്രീ അവഗണിക്കുമ്പോൾ അത് നിന്റെ ആത്മവിശ്വാസത്തിന് ഒരു ആക്രമണമായി തോന്നാം. നിന്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരും. നിന്റെ പിഴവ് എന്താണ്? എന്താണ് തെറ്റായത്? നീ ഓരോ സന്ദേശവും, ഓരോ സംഭാഷണവും പുനരവലോകനം ചെയ്യുന്നു. പക്ഷേ സത്യം, അവൾ അവഗണിക്കുന്നത് പലപ്പോഴും നിന്റെ കാര്യമല്ല. ഡേറ്റിംഗ് ലോകത്ത് മനസ്സിന്റെ കളികൾ, ശക്തി സമീകരണങ്ങൾ നിലനിൽക്കുന്നു. അവൾ നിന്റെ ശ്രദ്ധ പരീക്ഷിക്കുന്നതാകാം, നിന്റെ പ്രതികരണം കാണാൻ, നിന്റെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ. അല്ലെങ്കിൽ അവൾ തിരക്കിലോ സുഹൃത്തുക്കളോടൊപ്പമോ ആകാം, അല്ലെങ്കിൽ നിന്നെ അവൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ കാരണങ്ങൾ പ്രധാനമല്ല, നിന്റെ പ്രതികരണമാണ് വിജയം. നീ ഫോൺ പരിശോധിക്കാൻ ആകാം, അവളുടെ മൗനത്തിൽ ശ്രദ്ധിക്കാൻ, പക്ഷേ അത് അവൾക്ക് നിന്റെ കൺട്രോൾ നൽകും. സ്റ്റോയിസം പറയുന്നു, നിന്റെ നിയന്ത്രണത്തിൽ ഇല്ലാത്തത് വിടുക, നിന്റെ മനസ്സിനെ നിയന്ത്രിക്കുക. ഒരു ഉദാഹരണം: നീ ടെക്സ്റ്റ് അയച്ചു, അവൾ മറുപടി നൽകുന്നില്ല, നിന്റെ മനസ്സ് ആകുലമാകാം, പക്ഷേ ശാന്തനായി നിന്ന് നിന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കൂ. ജിം പോവുക, ലക്ഷ്യങ്ങൾ പിന്തുടരുക.
നിന്റെ ശക്തി നിന്റെ കയ്യിലാണ്, നിന്റെ മനസ്സ് അവളുടെ മൗനത്തിൽ നിന്ന് മോചനം നേടട്ടെ. 5. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക. ശാന്തമായും അസ്വസ്ഥതയില്ലാതെയും ഇരിക്കുക. നിന്നെ അവഗണിക്കുമ്പോൾ വികാരങ്ങൾ നഷ്ടപ്പെടരുത്, ഇത് നിന്റെ വലിയ പിഴവാണ്. ആകുലത, ദേഷ്യം, ഇത് അവൾക്ക് നിന്റെ കൺട്രോൾ നൽകും. സ്റ്റോയിസം പറയുന്നു, നിന്റെ മനസ്സ് ശാന്തമാകണം, എന്ത് സംഭവിച്ചാലും. നിന്റെ ആത്മവിശ്വാസം നിന്റെ കയ്യിലാണ്, നിന്റെ വില അവളുടെ മൗനത്തിൽ നിന്നല്ല. ഒരു ഉദാഹരണം, നീ ടെക്സ്റ്റ് അയച്ചു, അവൾ മറുപടി നൽകുന്നില്ല. നിന്റെ മനസ്സിനു പ്രതികരിക്കാൻ തോന്നാം, പക്ഷേ ശ്വാസം എടുക്കൂ, ഒന്ന് നടക്കാൻ പോവൂ, സംഗീതം കേൾക്കൂ. നിന്റെ ശാന്തത അവൾക്ക് കാണാം, നിന്റെ ശക്തി വർദ്ധിക്കും. സ്ത്രീകൾ ശാന്തനായ പുരുഷനെ ആഗ്രഹിക്കുന്നു. നിന്റെ വികാരങ്ങൾ നിയന്ത്രിക്കൂ, നിന്റെ ആകർഷണം വർദ്ധിക്കും. തന്നെ അവഗണിക്കുമ്പോൾ പലരും പരാജയപ്പെടാം. പക്ഷേ നീ അങ്ങനെ അല്ല, നിനക്ക് സ്റ്റോയിക് ശക്തിയുണ്ട്. നിന്റെ മനസ്സ് നിയന്ത്രിക്കുക, നിന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക, നിന്റെ സ്വാതന്ത്ര്യം തിരിച്ചെടുക്കൂ. നിന്റെ ശാന്തത, നിന്റെ വളർച്ച, ഇത് നിന്റെ ആകർഷണമാണ്. സ്ത്രീകൾ അത് തിരഞ്ഞെത്തും, പക്ഷേ നിന്റെ ലക്ഷ്യം നിന്റേത്. സബ്സ്ക്രൈബ് ചെയ്യൂ, നിന്റെ ശക്തിയുടെ യാത്ര തുടരൂ. നിന്റെ ജീവിതം നിന്റെ കയ്യിലാകട്ടെ.